ശാസ്ത്രദീപ്തി. റബ്ബർ അണകൾ കെട്ടാം, കേരളത്തെ രക്ഷിക്കാൻ. കോൺക്രീറ്റിന് പകരം റബ്ബർ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന അണകളാണ് റബ്ബർ അണകൾ. 100 മീറ്റർ വരെ നീളമുള്ള റബ്ബർ ട്യൂബുകളാണ് അണ കെട്ടാൻ ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഉയരം 10 മീറ്റർ വരെയാകാം. എങ്കിലും 5 മീറ്ററിൽ കൂടുതൽ ഉയരത്തിൽ അണകൾ കെട്ടാറില്ല. റബ്ബർ ട്യൂബിനെ ബലപ്പെടുത്താൻ ഉരുക്ക് വലകളോ നൈലോൺ വലകളോ ഉപയോഗിക്കുന്നു. 10 മുതൽ 17 വരെ മില്ലിമീറ്റർ കട്ടിയുള്ള റബ്ബർ ഷീറ്റുകൾ കൊണ്ടാണ് റബ്ബർ ട്യൂബുകൾ നിർമ്മിക്കുന്നത്. കോൺക്രീറ്റ് കൊണ്ട് അടിത്തറ കെട്ടി അതിനു മുകളിൽ ഈ ട്യൂബുകൾ സ്റ്റീൽ ബോൾട്ടുകൾ ഉപയോഗിച്ച് ഉറപ്പിക്കുന്നു. അതിനുശേഷം റബ്ബർ ഉറകളിൽ വെള്ളമോ വായുവോ നിറയ്ക്കുന്നു. അതോടെ ഡാമിന്റെ നിർമ്മാണം പൂർത്തിയായി. കൂടുതൽ നീളമുള്ള അണക്കെട്ടുകൾക്ക് ആവശ്യാനുസരണം ഇത്തരം കൂടുതൽ സ്പാനുകൾ കൂട്ടിച്ചേർക്കാം. റബ്ബർ അണകൾക്ക് കോൺക്രീറ്റ് അണകളേക്കാൾ നിർമ്മാണ ചെലവും പരിപാലന ചെലവും കുറവാണ്. കുറഞ്ഞ സമയം കൊണ്ട് നിർമ്മിക്കാം. കൂടുതൽ കാലം നിലനിൽക്കും. ഇടയ്ക്കിടെ ഡാം ഇല്ലാതാക്കാനും പുനർനിർമ്മിക്കാനും മിനിറ്റുകൾ മതി. മാത്രമല്ല, ഒരിടത്തെ ആവശ്യം കഴിഞ്ഞാൽ മറ്റൊരിടത്ത് കൊണ്ടുപോയി പുതിയ ഡാം കെട്ടാനും എളുപ്പമാണ്. താരതമ്യേന ഉയരം കുറഞ്ഞ അണകളും തടയണകളുമാണ് റബ്ബർ കൊണ്ട് നിർമ്മിക്കുന്നത്. ജലസേചനത്തിനും കുടിവെള്ള സംഭരണത്തിനും വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നതിനും ഇത്തരം ഉയരം കുറഞ്ഞ അണകൾ പ്രയോജനപ്പെടുന്നു. വേലിയേറ്റം നിയന്ത്രിക്കാനും കടലും കായലും തമ്മിലുള്ള ജലപ്രവാഹങ്ങളെ നിയന്ത്രിക്കാനുമുള്ള താൽക്കാലിക ബണ്ടുകൾ നിർമ്മിക്കാനും റബ്ബർ അണകൾ പ്രയോജനപ്പെടുന്നു. തടയണ മൂലം നദി നികന്നു പോകുന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് തുറന്നുവിട്ടാൽ പ്രശ്നം തീരും. ധാരാളം റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിൽ റബ്ബർ അണകൾ കാണാനില്ലെങ്കിലും കഴിഞ്ഞ 60 വർഷക്കാലം കൊണ്ട് ലോകമെങ്ങും അനവധി റബ്ബർ ഡാമുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അമേരിക്കയിൽ 1966 നിർമ്മിച്ച റബ്ബർ അണയുടെ നീളം 640 മീറ്ററാണ്. 1997 ചൈനയിൽ നിർമ്മിച്ച അണയുടെ നീളം 1135 മീറ്ററാണ്. ഇതാണ് നിലവിൽ ഏറ്റവും നീളമുള്ള റബ്ബർ അണ. കൂടാതെ റഷ്യ, നെതർലൻഡ്സ് തുടങ്ങി പല രാജ്യങ്ങളിലും റബ്ബർ അണകളുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി വിശാഖപട്ടണത്തിനടുത്ത് ജഞ്ചാവതി നദിയിലാണ് 2006 ഒരു റബ്ബർ ഡാം പണിതത്. ഇതിന് 3.5 മീറ്റർ ഉയരവും 30 മീറ്റർ വീതം നീളമുള്ള 2 സ്പാനുകളുമുണ്ട്. ഓസ്ട്രിയയിലെ ഹൈഡ്രോ കൺസ്ട്രക്ട് എന്ന സ്ഥാപനം നിർമ്മിച്ച ഈ ഡാമിന് വന്ന ചെലവ് 10 കോടി രൂപ മാത്രം. 2022 ബീഹാറിലെ ഫാൽഗു നദിയിൽ പണിതീർത്ത റബ്ബർ അണയ്ക്ക് 400 മീറ്റർ നീളവും 3 മീറ്റർ ഉയരവുമുണ്ട്. നിലവിൽ ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റബ്ബർ അണ. ഈ വിവരങ്ങൾ നൽകിയത് പ്രൊഫസർ KV വർക്കി പട്ടിമറ്റം. ശാസ്ത്രദീപ്തി.